ഇന്ന് ഒരു നൈറ്റി വെട്ടാൻ പോവുകയാണ്. എല്ലാവരും നൈറ്റി വെട്ടുന്ന വീഡിയോ ചോദിച്ചു. അതിനൊരു നൈറ്റി വെട്ടാനാണ്. ഞാൻ 150 രൂപയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെട്ടാം. നൈറ്റി പീസാണെന്ന് കരുതുക. അത് നേരെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇത് നേരെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടാണ് തുണി വെട്ടാൻ പോകുന്നത്. നമ്മളത് നാലായിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഓപ്പൺ ഇല്ലാത്ത വശമാണ് കഴുത്ത് വെട്ടുന്നത്. ഇത് ഓപ്പണുള്ള വശമാണ്. അപ്പോൾ ഓപ്പൺ ഇല്ലാത്ത വശം നോക്കി നമ്മൾ കഴുത്ത് വരയ്ക്കുക. വണ്ണം 36, ഇറക്കം 50 ഇഞ്ച്, ഷോൾഡർ 13. ഇത്രയും വളവുള്ള ഒരാടെ. അതായത് പിന്നെ നമുക്ക് വേണ്ടത് ബോഡി ഇറക്കമാണ്. ബോഡി ഇറക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നൈറ്റിയുടെ ഇടയ്ക്ക് നെഞ്ചിൻ്റെ അവിടെ ഒരു കട്ടിങ് വരുമല്ലോ, അവിടെയുള്ള ഇറക്കം പിടിക്കണം. അത് 10. ഇത്രയും അളവുകളാണ്. ഇറക്കം, വണ്ണം, ഷോൾഡർ 13, പിന്നെ ഇടയ്ക്ക് ആ നെഞ്ചിറക്കം വരെയുള്ളത് 10. ഇത്രയും അളവുകൾ നമുക്ക് വേണം വെട്ടാൻ. നമുക്ക് വെട്ടി തുടങ്ങാം. എടുക്കാം. ബോഡി ഇറക്കം എന്ന് പറയുന്നത് 10. ആ 10 പോയിന്റ് ചെയ്യുവാണേ. 10 ഇവിടെ ഇങ്ങോട്ട് വീതിക്ക് ഈ 10 എടുത്തു. എന്നിട്ടത് നമുക്കങ്ങ് കൂട്ടി യോജിപ്പിക്കാം. ഇത്ര മനസ്സിലായത്? ഇത് നെഞ്ചിൻ്റെ അവിടെ വരെയുള്ള ഇറക്കമാണ് 10. അത്രയും മനസ്സിലായില്ല. ഇനി നമ്മൾ വെട്ടുന്നത് ഷോൾഡറാണ്. ഷോൾഡർ ഇവിടെ 13 13ന്റെ നേർ പകുതി 6.5. ആ 6.5 പോയിന്റ് ചെയ്തു. ഇത്ര മനസ്സിലായോ? ഇനിയും കഴുത്തകലം നേരത്തെയുള്ള വീഡിയോയ്ക്കകത്തെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 12-1 വണ്ണമാണ്. അത് 36ന്റെ 12-1. 36 ഭാഗം 12 സമം നമുക്ക് 3 കിട്ടി. ആ 3 ഇഞ്ച് കഴുത്തകലമാക്കി എടുത്തു. ഷോൾഡർ വെട്ടി കഴുത്തകലം കിട്ടി. ഇനി ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് പോയിന്റ് ചെയ്തു. എന്നിട്ടത് നമുക്കൊരു ചതുരമാക്കാം. ഇതിനു മുമ്പുള്ള വീഡിയോയ്ക്കകത്തെല്ലാം ഞാൻ ഈ ചതുരക്കണക്കെല്ലാം പറഞ്ഞതാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കഴുത്ത് അതിനകത്തോട്ട് വരയ്ക്കാം. പിന്നെ ബാക്കി കഴുത്ത് 3 ഇഞ്ചാണ്. അതാ 3 ഇഞ്ച് എടുത്തു. ആ 3 ഇഞ്ച് ഞാൻ റൗണ്ട് കഴുത്ത് വരയ്ക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വരയ്ക്കാം. ഇത് ഞാനിവിടെ റൗണ്ടാക്കാം. ഇപ്പോൾ കഴുത്ത് ഷോൾഡറും കിട്ടി. ഇനി നമ്മൾക്ക് കൈക്കുഴി കാണണം. ഇതിൻ്റെ കൈക്കുഴി പ്രത്യേകിച്ച് നൈറ്റിയുടെ കൈക്കുഴി പ്രത്യേകിച്ചാണ്. ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എടുക്കുന്നത് 6-1 വണ്ണമാണ്. 6-1 വണ്ണം. 36 വണ്ണം. 36 ഭാഗം 6. അപ്പം നമുക്ക് 6 കിട്ടി. ആ 6 പോയിന്റ് ചെയ്തു. കണ്ടോ? ഇവിടെ വരെ മനസ്സിലായോ? ഇനി നമ്മൾക്ക് കൈക്കുഴി കാണാനായിട്ട്, ഈ നൈറ്റിക്ക് കൈക്കുഴി കാണാനായിട്ട് നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് ഇങ്ങനെ ചരിച്ചെടുക്കണേ. ഈ 1 ഇഞ്ച് വരയ്ക്കാം. കണ്ടോ? ഇതേന്ന്. അപ്പോൾ എന്തേ കണ്ടോ? നമുക്ക് കൈക്കുഴി കിട്ടി. ഇത്രയും കൈക്കുഴി മതി. ബാക്കി നമുക്ക് വേറെ പീസേ കൈക്കുഴി വരും. ഇത്ര മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. കണ്ടോ? ഇതാണ് നൈറ്റിയുടെ ഫ്രണ്ട് വശം. നമുക്ക് വേണമെങ്കിൽ ഇത് വി ആക്കാം. ഇതിങ്ങനെ വി ആക്കി വേണേൽ വെട്ടാം. ഇത് വി വേണേൽ വെട്ടാം. ഇതിപ്പോൾ ഞാനാണ് റൗണ്ടാണ് വരയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടുന്നത് കൈയാണ്. ഇവിടുന്ന് തന്നെ നമ്മൾക്ക് കൈ വെട്ടാം. കൈയുടെ തുമ്പ് വണ്ണം 6 ഇഞ്ചാണ്. പ്ലസ് 1.5 കൊടുത്തു 7.5. കൈനീളം എത്രയാണോ ഇതിൻ്റെ ബാലൻസ് കൈനീളമേ നമുക്ക് പറ്റത്തുള്ളൂ. നൈറ്റി വെട്ടിയതിന് ബാക്കി ഇത് 9.5 ഉണ്ട്. നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഒരു 8.5 കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഇവിടം വരെ വെട്ടിയെടുക്കുമല്ലോ. വെട്ടിയെടുത്തിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ കയ്യും കിട്ടി. കണ്ട? ഇവിടെ 6-1 വണ്ണം പ്ലസ് 2 ആണ്. 6-ഉം 2ഉം 8 എടുത്ത് അല്ലെങ്കിൽ 8.5 എടുത്ത് ഇങ്ങനെ പോയിന്റ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ട് വരച്ചാൽ മതി. അതപ്പോൾ കൈ കിട്ടിയോ? ഇവിടെ 6 ഇഞ്ച് കൈവണ്ണം 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൊടുത്തു 8 പോയിന്റ് ചെയ്തു. പിന്നെ ഇവിടെ ഈ ഷോൾഡറിന് നമുക്ക് ഇവിടെ വരെ കൈക്കുഴി വെട്ടി കിട്ടും. ഇവിടെ വരെയാണ് നമുക്ക് വെട്ടേണ്ടത്. അതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ മതി. 6-1 വണ്ണം പ്ലസ് 3 ഇഞ്ച് 9 കിട്ടും. ആ 9ൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് അങ്ങ് വരച്ചാൽ മതി.
എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ കൈക്കുഴിയായിട്ട് അങ്ങ് വരയ്ക്കാം. ഈ 9 നമ്മൾ കൈക്കുഴി വരച്ച് കൊടുത്തു. കൈനീളം 9 ഉണ്ട്. ഇത് മനസ്സിലായോ? ഇത് കൈനീളം 9. അപ്പോൾ കൈക്കുഴി കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈക്കുഴി കാണാൻ 12 വണ്ണമാണ്. അപ്പോൾ കൈക്കുഴിയുടെ അളവ് 12 വണ്ണം. അപ്പോൾ 9 12 വണ്ണം പോകുമ്പോൾ 3 ഇഞ്ച്. ഈ 3 ഇഞ്ച് ഇവിടെ 9 ബാക്കി -3 ഇഞ്ച് പോകുമ്പോൾ ഇത് 6.5 പോയിന്റ് ചെയ്താൽ മതി. 6.5 ഇതിങ്ങനെ വരച്ചിട്ട് പോയിന്റ് ചെയ്തു. ഇനി നമ്മൾക്ക് മണ്ടവശം വെട്ടിയെടുത്ത കൂട്ടത്തിൽ തന്നെ ഇത് ആ തുണി തന്നെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് ഇറക്കം എടുക്കണം. 2 ഇഞ്ച്, ഈ 2 ഇഞ്ച് പോയിന്റ് ചെയ്തു. കണ്ടോ? ഈ 2 ഇഞ്ചിന് ഈ കൈക്കുഴിയിലോട്ട് നമ്മളതങ്ങ് പോയിന്റ് ചെയ്തു. ഷോൾഡറിലോട്ട് പോയിന്റ് ചെയ്ത്. കണ്ടോ? ഇനി നമ്മൾക്ക് വേണ്ടത് ഈ സൈഡാണ്. അതിനും 12 വണ്ണം. 12 വണ്ണം എന്ന് പറയുമ്പം 3 ഇഞ്ച്. ഈ 3 ഇഞ്ച് ഇവിടെ പോയിന്റ് ചെയ്തു. ഈ 3 ഇഞ്ച് ഇവിടെ പോയിന്റ് ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പ് കൊടുത്തു. ഇവിടെ പറയാം, ബോഡി ഇറക്കം 10. ആ 10 പോയിന്റ് ചെയ്തു. അതായത് നമ്മുടെ നെഞ്ചിൻ്റെ അവിടെ വരെ ഇടയ്ക്ക് കട്ടിങ് ഇല്ലേ, അവിടെ വരെയുള്ള ഇറക്കമാണ് ഈ 10. അവരവരുടെ അളവ് പിടിച്ചിട്ട് വേണം പോയിന്റ് ചെയ്യാൻ. ചിലപ്പം 10 വരും, ചിലപ്പോൾ 10.5 വരും, ചിലപ്പം 11. ലെങ്ത് ഉള്ളവർക്കൊക്കെ 11 ഇഞ്ച് വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇത് പോയിന്റ് ചെയ്യാൻ. പോയിന്റ് ചെയ്തല്ലോ. ഇനി ഷോൾഡർ, അവരവരുടെ ഷോൾഡർ എത്രയാണോ അതെടുക്കുക. എൻ്റെ ഷോൾഡർ 13ആണ്. 13ൻ്റെ നേർ പകുതി, അതായത് നമ്മൾ മടക്കിയാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് 6.5 പോയിന്റ് ചെയ്തു. അത് മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് കഴുത്തകലമാണ്. കഴുത്തകലം വണ്ണത്തിൻ്റെ അനുസരിച്ച് കഴുത്തകലം എടുക്കാം. നമ്മൾക്കിവിടെ വണ്ണം 36ആണ്. 36ൻ്റെ 12 കണ്ടപ്പോൾ 3. ആ 3 പോയിന്റ് ചെയ്തു. ഇനിയും ഫ്രണ്ട് കഴുത്ത് 3 ഇഞ്ച്, ബാക്ക് കഴുത്ത് 3 ഇഞ്ച്, ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച്. അത് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ആ 3 ഇതേലോട്ടും 3 ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമ്മൾ വരച്ചു കൊടുത്തു. ഇത്ര മനസ്സിലായോ? ഇനി നമ്മൾ കാണേണ്ടത് കൈക്കുഴിയുടെ ഇറക്കമാണ്. കൈക്കുഴി ഇറക്കം നമ്മൾ സാധാരണ ബ്ലൗസ് വെട്ടുന്നത് പോലെയല്ല ഇതിൻ്റെ കൈക്കുഴി കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 വണ്ണം പോയിന്റ് ചെയ്യുക. 6 വണ്ണം എന്ന് പറയുമ്പോൾ 6 ഇഞ്ച്. അത് ഞാൻ ഇവിടോട്ട് പോയിന്റ് ചെയ്തു. അവിടുന്ന് വെറും 1 ഇഞ്ച് മാത്രം പോയിന്റ് ചെയ്യുക ഇങ്ങോട്ട്. ആ 1 ഇഞ്ചിലോട്ട് വേണം നമ്മൾ ഈ കൈക്കുഴിയുടെ ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കാൻ. കണ്ടോ? എന്നിട്ട് നമ്മൾ ആ 10 ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ട് ഇതിങ്ങനെ വേണേലും വെട്ടാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് ചെയ്തിട്ട് റൗണ്ട് ആക്കി കൊടുത്തു. പക്ഷേ എത്ര വെട്ടിയെടുത്താലും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് കിട്ടിയോ? നമ്മൾക്കെന്നാൽ അതങ്ങ് വെട്ടാം. മനസ്സിലാകാൻ വേണ്ടിയാണേ. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും വെട്ടാം. നമ്മൾ ഒരു പീസ് അങ്ങ് മാറ്റി കൊടുക്കാം. 2 പീസും കൂടെ ഒന്നിച്ചിട്ട് വെട്ടുക. നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെട്ടാം. ഇപ്പം നമുക്ക് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കങ്ങനെ 2 പീസ് 2 കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫ്രണ്ട് ഭാഗം ബാക്കി ഭാഗം വെട്ടിയെടുത്തു. ഇതങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇത്രയും തുണിയുണ്ടല്ലോ, മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇത്രയും തുണിയുണ്ടല്ലോ, നമ്മൾക്ക് ഇനിയും വേണ്ടത് കൈനീളമാണ്. കൈനീളം ബാക്കിയാണ് വരുന്നത്. ഇവിടെ 9.5 കൈനീളം കിട്ടിയിരിക്കുന്നത്. ഇനിയും കൈയുടെ തുമ്പുവണ്ണം 6 ഇഞ്ച് ഇട്ടാണ് വെട്ടുന്നത്. ആ 6ൻ്റെ കൂടെ നമ്മൾ 2 കൂടെ ഇട്ട് കൊടുത്തിട്ട് 8 പോയിന്റ് ചെയ്തു. 8 കൈ ലൂസാണ്. അപ്പോൾ 6ൻ്റെ കൂടെ കറക്റ്റ് 6 ഇല്ലല്ലോ, നൈറ്റിക്ക് ഇച്ചിരി ലൂസ് വേണം. അപ്പോൾ ഇച്ചിരി കൂടെ 1-2 അടിപ്പൂടെ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് കാണേണ്ടത്
കൈവണ്ണം കാണാൻ, കൈയുടെ ഇവിടുത്തെ വണ്ണം കാണാൻ 6 വണ്ണം പ്ലസ് 3 ഇഞ്ചാണ്. 6 വണ്ണം 6, 6 3 9. ആ 9 പോയിൻ്റ് ചെയ്തു. 9.5 കൈനീളം എടുത്തെങ്കിലും നമുക്ക് കൈക്കുഴിയുടെ അളവ് കാണാനായിട്ട് ഞാൻ മുൻപ് പറഞ്ഞു 12 വണ്ണം. 12 വണ്ണം പ്ലസ് 1/2 ഇഞ്ചാണ്. 12 എന്ന് പറയുമ്പോൾ ഒരു 3.5, അല്ലെ നിങ്ങളൊരു 3.5 ഇഞ്ച് പോയിൻ്റ് ചെയ്താൽ മതി. ഈ 3.5 എത്രയുണ്ടോ ഇതിൻ്റെ ബാക്കി നമുക്ക് 9.5 എന്ന് ഇവിടെ -3.5 കുറയ്ക്കുമ്പോൾ 6 വരും. ആ 6 ഇഞ്ച് നമുക്ക് ഇവിടോട്ട് പോയിൻ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ണം മുൻപേ നമ്മൾ പറഞ്ഞ 6 വണ്ണം പ്ലസ് 3 ഇഞ്ച്, അപ്പോൾ 9. അപ്പോൾ ഈ പോയിൻ്റ് കിട്ടിയല്ലോ. ഈ പോയിൻ്റിൽ നിന്ന് എത്ര കൈനീളം ഉണ്ടോ അതേന്ന് നമ്മൾ ഇങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ വരച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ കൈ വെട്ടിയെടുത്തു. കാരണം നമ്മൾ തുണി മാറ്റുന്നേ ഇല്ല, കയ്യും കിട്ടി, നമുക്ക് ഫ്രണ്ടും ബാക്കും കിട്ടി. ഇനി നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 10.5യുടെ ബാക്കി ഒരു 2 ഇഞ്ച് തൊട്ട് നമ്മൾ പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടോ ഈ കൈക്കുടിയുടെ അതേ ഷേപ്പിലോട്ട് നമ്മൾ ഇതങ്ങ് വരച്ചു കൊടുക്കുക. നമുക്ക് ഇറക്കം കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്, വേറെ അളവെടുക്കാൻ പോകരുത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തുമ്പാണ്. ഈ തുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ 12 വണ്ണം പ്ലസ് 1/2 ഇഞ്ചാണ്. 12 വണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ 3 പ്ലസ് 1/2 കൊടുക്കുമ്പോൾ 3.5 പോയിൻ്റ് ചെയ്തു. അതേ ഷേപ്പിൽ 3.5 ഇങ്ങോട്ടും പോയിൻ്റ് ചെയ്തു. അത് നമ്മൾ ഇവിടെ ഒരു വെട്ടം കൊടുത്താൽ അത് ഞാൻ എന്ത് ചെയ്യണം, കുഴിയാണേ, ആ കൈക്കുഴിയാണ്. അതായത് ഞാൻ വെച്ച് കാണിക്കാം. നമ്മൾ ഈ തുമ്പ് വരെയല്ലേ വെട്ടിയേ, ഇതാ കണ്ടോ, ഈ തുമ്പിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ അടിപ്പ് എറമ്പിനോടില്ലേ, അപ്പം നമുക്ക് ഇത്രയും കൈക്കുഴി വരും. കണ്ടോ, ഞാൻ വെട്ടട്ടെ. ഇവിടെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ്. എന്നിട്ട് നമ്മളിവിടെ കയ്യെ വെച്ച് കൊടുപ്പിക്കുക. ഇത് ഈ കട്ട് ചെയ്ത തുണി നമുക്കിത് കിട്ടി. ഇത് നമ്മൾ ക്രോസ് വെട്ടി എടുത്തിട്ട് നമുക്ക് കഴുത്തിന് പിടിപ്പിക്കാം. നമുക്ക് ആ നടുക്ക് ഏറ്റവും നടുക്കുന്ന് കിട്ടിയപ്പോൾ ഇത്രയും പീസ് തുണിയാണ് അധികം കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ക്രോസ് വെട്ടാം. ക്രോസ് വെച്ചടിക്കുന്ന കാര്യം അറിയാമല്ലോ. ഓരോ പീസായിട്ട് കൂട്ടിച്ചേർത്തിട്ട് ക്രോസ് വെച്ചിട്ട് നമുക്ക് 4 കഴുത്ത് ഫ്രണ്ടും കൂടെ അടിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ ഇറക്കം എത്രയാണോ ഇറക്കമായിട്ട് നമ്മളങ്ങനെ അങ്ങ് ഇട്ടേക്കുക. ഇറക്കം കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി വീതി അനുസരിച്ച് മടക്കി അടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വീതി കുറച്ച് അവനവൻ്റെ ഇറക്കം എത്രയാണോ അതനുസരിച്ച് നമ്മൾ മടക്കി തയ്ക്കുക. ഇച്ചിരി വീതി 2 ഇഞ്ച് 2.5 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു മടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി അടിക്കുക, അല്ലെങ്കിൽ ചുരുട്ടി അടിക്കുക. ഇറക്കാം. അപ്പം നൈറ്റിയായി. ഞാനിതൊന്ന് നിവർത്തിയിടാം. അപ്പം നമ്മളിവിടെ പ്ലേറ്റ് കൊടുത്തു, ഇതിൻ്റെ അനുസരിച്ച് വണ്ണം ജോയിൻറ്റ് ചെയ്തു. എന്നിട്ട് ഷോൾഡർ അടിച്ചു കൊടുത്തു. കൈക്കുഴി കൈ പിടിപ്പിച്ചു, ഈ കൈയും പിടിപ്പിച്ചു. പിന്നെ കഴുത്ത് അടിച്ചു കൊടുക്കുമ്പോൾ നൈറ്റിയാവും.